ഹരിയോടൊപ്പത്തിൻ്റെ മറ്റൊരു ലക്കത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഈ മരണമടഞ്ഞവർക്ക് വർഷം തോറും ബലിയിടുന്നത് ഒരു ചടങ്ങുണ്ടല്ലോ, കർക്കിടകവാവിനും മറ്റുമൊക്കെ. മരിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ ആത്മാവ് മറ്റൊന്നായി മാറുന്നു, അല്ലെങ്കിൽ ആ എനർജി ട്രാൻസ്ഫറായി പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ ഈ ബലിയിടുന്നതിൻ്റെ ആവശ്യമുണ്ടോ? ബലിയിടുന്നത് ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു കാര്യമായിട്ടേ നമുക്ക് കണക്കാക്കാൻ കഴിയുള്ളൂ. നമ്മൾ ഈ പറഞ്ഞ പോലെ പലരും ബലിയിടുന്നത് പല രീതികളിലാണ്. ബ്രാഹ്മണരാണെങ്കിൽ സ്വാഭാവികമായിട്ടും എല്ലാ വർഷവും അവർ മരിച്ച നക്ഷത്രത്തിലാണ് അവർ ചാത്ത കൂട്ടുക എന്ന് പറയും. ചാത്ത കൂട്ടുക എന്ന് പറയുമ്പോൾ അതായത് ഒരു ബ്രാഹ്മണനെ കൊണ്ടുവന്ന് കാല് കഴുകിച്ച് അത് ആ മരിച്ച പിതൃവായി സങ്കല്പിച്ച് അദ്ദേഹത്തിന് മൃഷ്ടാന്നം സുഭിക്ഷമായ ഭക്ഷണം നൽകി അദ്ദേഹത്തിന് ദക്ഷിണ നൽകി അതോടൊപ്പം തിരിച്ച് കുടുംബത്തിൽ ചെന്നാൽ കഴിക്കാനുള്ള ഭക്ഷണവും കൂടി കൊടുത്ത് വിട്ട് അനുഗ്രഹം മേടിക്കുക. ഇങ്ങനെയൊരു ചടങ്ങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനായിരിക്കാം ഈ ബലി എന്നുള്ള ഒരു ചടങ്ങ്? നമ്മളതിൻ്റെ താന്ത്രികയോ അല്ലെങ്കിൽ വൈദിക വിഷയങ്ങളെ പറ്റിയൊക്കെ മാറ്റി ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനായിരിക്കാം ഇങ്ങനെയൊരു ബലി ചടങ്ങ് എന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. നമുക്കറിയാം, നമുക്ക് എത്ര തലമുറ മുമ്പുള്ള ആളുകളെ വരെ നമുക്കറിയാം. നമുക്ക് അച്ഛനെ അറിയാം, അച്ഛനെ അറിയാം. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെയും കൂടെ അച്ഛനെ വരെയുള്ള തലമുറയെ സാധാരണ ഒരു ജനതയ്ക്ക് ഓർമ്മിക്കാൻ പോലും കഴിയുള്ളൂ. നമ്മൾ തന്നെ കണ്ടു വളർന്ന് എന്തുകൊണ്ടാണ് നമ്മൾ മുത്തശ്ശനെയും മുത്തശ്ശൻ്റെ അച്ഛനെയും നമ്മൾ കഷ്ടി അറിയാൻ കാരണം അത് മുത്തശ്ശൻ്റെ അച്ഛനെ പറ്റി മുത്തശ്ശൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, മുത്തശ്ശനെ പറ്റി അച്ഛൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ അച്ഛനെപ്പറ്റി എൻ്റെ മകനോട് ഞാൻ അതേ ബഹുമാനത്തിൽ പറയുമ്പോൾ മാത്രമേ അടുത്ത തലമുറ ഇവരെ പറ്റി അറിയുകയുള്ളൂ. ഒരാൾ മരിച്ചു, നമുക്കറിയാം, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുല എന്നുള്ള ഒരു ആചരണമുണ്ട്. അത് പലരും പല സമയങ്ങളിലാണ് ഉപയോഗിക്കുക. ബ്രാഹ്മണരാണെങ്കിൽ അത് 12-ാം ദിവസം പുല തീരും എന്നാണ്. അത് മറ്റുള്ളവർക്ക് പലർക്കും 16 ദിവസമായിട്ട് കണക്കാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും പുല ഇങ്ങനെ വരിക? അതായത് നമുക്ക് നമ്മുടെ ഓർമ്മകളെ മറക്കാനും നമ്മുടെ വിഷമങ്ങളെ മാറ്റാനും ഒരു പ്രശ്നത്തിൽ നിന്ന് പുതിയതിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ നഷ്ടത്തിൽ നിന്ന് നമ്മൾ വീണ്ടും കരകയറി നമ്മൾ സ്വസ്ഥമായിട്ട് വീണ്ടും ചിന്തിച്ചു തുടങ്ങാനുള്ള പരമാവധി സമയമുള്ളത് ഈ 12 ദിവസമേ ആവശ്യമുള്ളൂ. 2 ആഴ്ച പോലും ആവശ്യം വരില്ല നമുക്ക് ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് നമുക്ക് കരകയറാൻ. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചാൽ പോലും ആദ്യത്തെ ഒരു ദിവസം അല്ലെങ്കിൽ ആദ്യത്തെ 1 മണിക്കൂറൊക്കെ നമുക്കുണ്ടാവുന്ന ഒരു ഷോക്കിൽ നിന്ന് 1 മണിക്കൂർ കഴിഞ്ഞ് 2ാമത്തെ മണിക്കൂറാവുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ കുറച്ചുകൂടി റിലാക്സ്ഡ് ആവും. അത് 12 ദിവസം കഴിയുമ്പോഴത്തേക്ക് മാറും. അത് കഴിഞ്ഞാൽ നമ്മുടെ റൊട്ടീനിലേക്ക് പോകും. ഈ മരിച്ച വ്യക്തി ഇന്നലെ വരെ വർഷങ്ങളായിട്ട് ഈ കുടുംബത്തിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി ഒക്കെ പ്രയത്നിച്ച് നിരവധി നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ്. അല്ലെങ്കിൽ അച്ഛനോ അല്ലെങ്കിൽ മുത്തച്ഛനോ ഒക്കെയാണ് നമുക്ക് എല്ലാ തരത്തിലുള്ള അടിസ്ഥാനങ്ങളും നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളത്. ഇന്ന് കുടുംബത്തിൻ്റെ പ്രശസ്തി, ഞാൻ ഇന്ന കുടുംബത്തിലെ ആളാണ് എന്ന് സമൂഹത്തിന് മുമ്പിൽ ഞെളിഞ്ഞ് നിൽക്കുമ്പോൾ, ഞാൻ ഇന്ന കുടുംബത്തിലെ ആളായി പുറത്ത് നിൽക്കുമ്പോൾ മറ്റുള്ളവർ ബഹുമാനത്തോടെ നമ്മളെ വന്ന് കാണുകയാണ്, ഇന്ന കുടുംബത്തെ ആളാണ് എന്ന് പറഞ്ഞ് ബഹുമാനിക്കുമ്പോൾ ഇതിനെല്ലാം അടിത്തറ ഉണ്ടാക്കിയത് നമ്മുടെ മുത്തച്ഛനും മുത്തച്ഛൻ്റെ അച്ഛനും മുത്തച്ഛൻ്റെ അച്ഛനും ഒക്കെ ആയിട്ടുള്ള എത്ര തലമുറകളാണ്. ഇവരെ പറ്റി ഒന്നും നമ്മൾ ചിന്തിക്കാറില്ല. നമുക്ക് തന്നെ അറിയാം, നമ്മൾ വളരെ അഭിമാനത്തോടെ പറയും, എൻ്റെ തറവാട് 32 കെട്ടായിരുന്നു, അല്ലെങ്കിൽ 16 കെട്ടായിരുന്നു, ഞങ്ങളുടെ കുടുംബത്ത് ആനയുണ്ടായിരുന്നു, ഞങ്ങൾക്ക് 1000 ഏക്കർ പാടമുണ്ടായിരുന്നു എന്നൊക്കെ വളരെ അഭിമാനത്തോടെ നമ്മൾ പറയും. ഇന്നതൊന്നുമില്ല. ഇന്നൊരു വാർക്ക വീട്ടിലായിരിക്കും താമസിക്കുന്നുണ്ടാവുക. പക്ഷേ നമ്മൾ നമ്മുടെ പാരമ്പര്യം പറയുന്നത് 32 കെട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ 32 കെട്ടുണ്ടായിരുന്ന കുടുംബത്തിലെ നമ്മൾ അഭിമാനത്തോടെ പറയുന്ന ഏതെങ്കിലും വ്യക്തി പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെ കുടുംബത്തിലെ 32 കെട്ട് എന്നുള്ള ആ ഒരു ഇതുണ്ടാക്കിയത് ഇന്ന മുത്തശ്ശനായിരുന്നു. ആ മുത്തശ്ശൻ ഇത്രയിലാണ് എത്തിയത്. ഒന്നുമില്ലായ്മയിൽ നിന്ന് അദ്ദേഹം ആ ഒരു പ്രദേശം മുഴുവൻ കൃഷി ചെയ്ത് അദ്ദേഹം അവിടുത്തെ ഇത്ര ആളുകളെ അവിടെ കൊണ്ട് താമസിപ്പിച്ച് അവരെ കൊണ്ട് അവർക്ക് ജീവിക്കാനുള്ള എല്ലാ സൗകര്യവും കൊടുത്ത് അദ്ദേഹം വളരെ വലിയൊരു സാമ്രാജ്യമാണ് ഉണ്ടാക്കിയത് എന്ന് പറയുന്ന ഒരു ചരിത്രം ആരും പറയുന്നില്ല. ഉണ്ടാക്കിയത് ഒരാൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അടുത്ത തലമുറയിലേക്ക് പോകുമ്പോഴേക്കും അതിൻ്റെ ഉടമസ്ഥാവകാശം അവനവൻ ഏറ്റെടുക്കുക മാത്രം. ഇന്നലെ മരിച്ചവരെല്ലാം അവർ പോയി, ഇന്നലെ ഉള്ളവരെ ആരും സ്മരിക്കുക പോലില്ല. ഈ സാഹചര്യത്തിലാണ് ശരിക്കും നമ്മൾക്ക് ഇങ്ങനെയുള്ള ബലികൾക്ക് വളരെയധികം പ്രസക്തി വരിക.
വർഷത്തിൽ ഏതെങ്കിലും ഒരു ദിവസം, ഒന്നുകിൽ ആ മരിച്ച ദിവസമാവാം, അല്ലെങ്കിൽ കർക്കിടക വാവിനാവാം, അല്ലെങ്കിൽ ശിവരാത്രിക്കാവാം, വർഷത്തിൽ ഒരു ദിവസം നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട, നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച, അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, ഏറ്റവും കൂടുതൽ സ്നേഹം എവിടെ നിന്നായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക, നമ്മൾ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന രണ്ട് വ്യക്തികൾ, ഏത് വ്യക്തികളും നശിക്കരുതെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന രണ്ട് വ്യക്തികൾ അച്ഛനും അമ്മയാണ്. അച്ഛനും അമ്മയ്ക്കും നമ്മൾ അവരുടെ പ്രോഡക്റ്റാണ്, അവരുടെ സ്വന്തമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിജയം എന്നുള്ളത് അവരെപ്പോഴും ആഗ്രഹിക്കും. അതിനുവേണ്ടി അവർ നമ്മളെ വളരെയധികം വളർത്തിക്കൊണ്ടുവന്ന്, അവർ നമുക്ക് വേണ്ടി എല്ലാ എഫേർട്ടും, അല്ലെങ്കിൽ അവരുടെ സ്വപ്നത്തിന് വേണ്ടി നമ്മളെ വളർത്തിക്കൊണ്ടുവന്ന് അവസാനം അതിനുവേണ്ടി നമ്മളെ ഇത്രയൊക്കെ എത്തിച്ചിട്ട്, അതിനുവേണ്ടി അവർ എഫേർട്ട് എടുത്ത് ഉണ്ടാക്കിയത് മുഴുവൻ നമ്മളെ ഏൽപ്പിച്ചിട്ട് പോയിട്ട് അവർ മരിച്ചു കഴിഞ്ഞ് 12 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഓർക്കാതിരിക്കുക, അത് ശരിയാവോ എന്ന നിശ്ചയമില്ല. അതുകൊണ്ട് തന്നെ വർഷത്തിൽ ഒരു ദിവസം നമ്മളത് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ വർഷത്തിൽ ഒരു ദിവസം അവരെ നമ്മളൊന്ന് സ്മരിക്കുന്നുണ്ടെങ്കിൽ, ആ ദിവസം നമുക്ക് തീർച്ചയായിട്ടും അവരുടെ ആ കാലഘട്ടം നമ്മുടെ മനസ്സിൽ തീർച്ചയായിട്ടും നമുക്ക് വരും. അവരുടെ കാലഘട്ടത്തിൽ നമ്മൾ ആ അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ കൈ പിടിച്ച് നടന്നത് നമ്മുടെ മെമ്മറി ഉണ്ടാവും. ഇത് നമ്മുടെ കുട്ടിയെ നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ആ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുമ്പോൾ, ആ ദിവസം സ്വന്തം അച്ഛൻ്റെ മഹത്വം അവനവൻ്റെ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ കൾച്ചർ അടുത്ത തലമുറയിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ ഇന്നലെ ഉണ്ടായിരുന്നവരെ മറന്നിട്ട് മുമ്പോട്ട് പോവുക എന്നുള്ളതല്ല നമ്മുടെ സംസ്കാരം. കാരണം നമ്മൾ അനുഭവിക്കുന്നതും നമ്മളിരിക്കുന്നതുമെല്ലാം അവരുണ്ടാക്കിയ ഫൗണ്ടേഷനിൽ നിന്നാണ്. ഫൗണ്ടേഷൻ എപ്പോഴും ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഫൗണ്ടേഷൻ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മളെന്ന വൃക്ഷം ഒരിക്കലും നമുക്ക് നിലനിൽക്കാൻ കഴിയില്ല. അപ്പോൾ അതുണ്ടാക്കിയ ആളുകളെ, അല്ലെങ്കിൽ നമ്മളെ ഇവിടെ എത്തിച്ചവരെ നമ്മൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും സ്മരിക്കുക. ആ സ്മരിക്കുന്നത് നമ്മൾ സ്മരിക്കുന്നുണ്ടെന്ന് നമ്മൾ അടുത്ത തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കുക. അതുകൊണ്ട് തന്നെയാണ് ബലി എന്നുള്ളത് നമ്മുടെ പൂർവികരെ, നമ്മളെ ഇത്രയും ആക്കിയവരെ സ്മരിക്കാൻ ഒരു ദിവസമാണ്. അത് ഒരിക്കലും ഒഴിവാക്കരുത്. നമ്മൾ ഒഴിവാക്കിയാൽ നാളെ നമ്മളെ സ്മരിക്കാനും ആരും ഉണ്ടാവില്ല. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമൻറ്റ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.